الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ വളരെ അടുത്ത് നമുക്ക് അനുഭവപ്പെടുകയാണ്. റമദാൻ മാത്രമല്ല, നമ്മുടെ ഇതുവരെയുള്ള ജീവിതം, കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. ഇതാണ് ഐഹിക ജീവിതത്തിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഖുർആനിൽ ചില കഥകളും അല്ലാഹു പറയുന്നുണ്ട്. ഒരാളെ 100 കൊല്ലം അല്ലാഹു ഉറക്കിക്കിടത്തി. അതിനൊരു കാരണം, അദ്ദേഹം തകർന്നടിഞ്ഞ ഒരു പ്രദേശത്തു കൂടി നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണ്, ഇതെങ്ങനെ പൂർവസ്ഥിതിയിലേക്ക് വരും. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നൊക്കെ തഫ്സീറുകളിലുണ്ട്. എന്താണ് സംഭവിച്ചത്? ഫഅമാതഹുല്ലാഹു മിഅത്ത ആമിൻ, 100 കൊല്ലം അദ്ദേഹത്തെ മരിപ്പിച്ചു കിടത്തി. അദ്ദേഹം യാത്ര ചെയ്ത കഴുത കൂടെയുണ്ട്, കഴിക്കാൻ കൊണ്ടുപോയ ഭക്ഷണവുമുണ്ട്. 100 കൊല്ലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, കം ലബിസ്ത, എത്ര സമയം കഴിഞ്ഞു? അദ്ദേഹം പറഞ്ഞു, കാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഞാൻ ഒരു ദിവസം ഉറങ്ങി, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, കൂടിയാൽ ഒരു ദിവസം എന്ന രൂപത്തിലായിരുന്നു മറുപടി. അപ്പൊ അല്ലാഹു പറഞ്ഞു, അല്ല, താങ്കൾ 100 കൊല്ലം ഉറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ താങ്കളുടെ കഴുതയെ നോക്കൂ, അത് മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്നു, ദ്രവിച്ചിരിക്കുന്നു. പക്ഷേ കൂടെ കൊണ്ടുപോയ ഭക്ഷണത്തിനൊന്നും പറ്റിയിട്ടില്ല. അത് ആ സമയത്ത് വെച്ചതുപോലെ ഉണ്ട്. അള്ളാഹുവിന് ഇതെല്ലാം കഴിയും എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാം, വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സൂറ കഹ്ഫിൽ 309 കൊല്ലം ഉറക്കിക്കടത്തിയിട്ട് എഴുന്നേൽപ്പിച്ചപ്പോഴും അവര് പറഞ്ഞത് ഇത് തന്നെയാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, അത്രയേ ഉള്ളൂ. ഇനി നമ്മളൊക്കെ മഹ്ശറയിൽ പോയി. അല്ലാഹു തആല മഹ്ശറയിൽ പുനർജീവിപ്പിച്ചു. അതിനു മുമ്പ് ഒരുപാട് വർഷം ഉറങ്ങിയിട്ടുണ്ടാകും, ഖബറിൽ കിടന്നിട്ടുണ്ടാകും, ബർസഖി ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വർഷമാണ് ഭൂമിയിൽ ജീവിച്ചതെങ്കിൽ ഇപ്പൊ എത്ര വർഷമായി ബർസഖിൽ?
സഹാബാക്കൾ ചുരുങ്ങിയ കാലയളവ് ഭൂമുഖത്ത് ജീവിച്ചു. ഭൂമിക്കടിയിൽ ഇപ്പൊ എത്ര കൊല്ലായി? ഒരുപാട് വർഷങ്ങളായി. അങ്ങനെ മനുഷ്യനെ മഹ്ശറയിൽ കൊണ്ടുവരുന്ന സമയത്ത് കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ദുഹഹ. സൂറ നാസിയാത്തിൽ പറയുന്നു. അവരെ മഹ്ശറയിൽ കൊണ്ടുവരുമ്പോ അവര് പറയും ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ദുഹാ സമയം, ആ സമയമാണ് ഞങ്ങൾ താമസിച്ചത്, അപ്പോഴേക്ക് ഞങ്ങൾ മഹ്ശറയിലെത്തി എന്ന് പറയും. ചുരുക്കം നമ്മുടെ ഈ ഐഹിക ജീവിതം നശ്വരമാണ്. ഇവിടെ സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും ഒക്കെ അത്രയേ ഉള്ളൂ. ഒരു നേരം വെളുത്ത് മൂണ്ടാകുന്ന സമയം, ഒരു ദുഹാ സമയം, ഒരു വൈകുന്നേരം, അത്രയേ ഉള്ളൂ. ഈ സമയം നമ്മുടെ ഉത്തരവാദിത്വം മഹ്ശറയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കലാണ്. അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാണ് നമ്മൾ. 11 മാസക്കാലം ഹറാമുകളെല്ലാം ഒഴിവാക്കി അള്ള പറഞ്ഞിട്ട് ഇപ്പൊ ഇത് റമദാൻ ആയപ്പോ ഹലാല് ഒഴിവാക്കി. അള്ള നീ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ വിശ്വാസികളായി അവന്റെ ഭവനത്തിൽ കയറിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, മഹ്ശറ രക്ഷപ്പെടണം, ആഖിറം സുരക്ഷിതമാകണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടൊപ്പം ചില്ലറ പ്രവർത്തനങ്ങൾ കൂടി ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, വിശ്വസിച്ചിട്ടാണല്ലോ ഒക്കെ ചെയ്യുന്നത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങളൊന്ന് പൂർണ്ണമായി മുസ്ലിമാകൂ. നിങ്ങളുടെ എല്ലാ ഭാഗവും എല്ലാ മേഖലയും ഒന്ന് ഇസ്ലാമിലേക്ക് വരൂ. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പൈശാചിക മാർഗങ്ങളെ പിന്തുടർന്ന് പോകരുത്. ഇന്നഹു ലക്കും അദുവ്വ്, അവൻ നിങ്ങളുടെ ശത്രുവാണ്. മുബീൻ, വ്യക്തമായ പരസ്യമായ ശത്രുവാണ്. അതുകൊണ്ട് ആ മേഖലകളെല്ലാം ഒഴിവാക്കി നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ. ഇസ്ലാമിലേക്ക് വരാൻ, സിൽമിലേക്ക് വരാൻ, സമാധാനത്തിന്റെ പാതയിലാകാൻ വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 170 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? സ്വർഗം എന്നത് ഒരു അവകാശവാദമല്ല. അവകാശവാദം ആർക്കുമാകാം. ജൂതന്മാര് പറഞ്ഞിരുന്നു അവർക്കാണ് സ്വർഗം, ക്രിസ്ത്യാനികൾ പറയുന്നു അവർക്കാണ് സ്വർഗം. ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ യഹൂദനാകണം, എങ്കിലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്ന് ജൂതമതക്കാർക്ക് വാദമുണ്ട്. അല്ലാഹു തആല അവരുടെ വാദഗതി എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നു, വഖാലു, അവര് പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, സ്വർഗത്തിൽ പോണോ യഹൂദിയാകണം, സ്വർഗത്തിൽ പോകണോ നസാറയാകണം. നസാറാക്കളും പറയുന്നു, ജൂതന്മാരും പറയുന്നു. അള്ളാഹു പറയുന്നു, തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹമാണ്. വ്യാമോഹം അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. ഈ വ്യാമോഹം അവർക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ്, വേദക്കാരുടെ വ്യാമോഹമല്ല നടക്കുക, നിങ്ങളുടെ വ്യാമോഹവുമല്ല നടക്കുക. സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന്റെ വില കൊടുക്കണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ വില കൊടുക്കണം. എന്താണ് സ്വർഗത്തിൽ പോകാനുള്ള വില? അല്ലാഹു തആല തന്നെ പറയുന്നു, മൻ അസ്ലമ ലില്ലാഹി വജ്ഹ. അതെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞത് സ്വന്തത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുക. അല്ലാതെയുള്ള അവകാശവാദം ഉന്നയിച്ചാൽ ആ അവകാശവാദത്തിന് തെളിവ് വേണമെന്ന അള്ളാഹ് പറയുന്നത്. ഖുൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവുകൊണ്ടേരി. യൂതന്മാര് സ്വർഗത്തിലാണ്, ക്രിസ്ത്യാനികൾ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽ അംഗത്വം ഉള്ളത് കൊണ്ട് സ്വർഗത്തിലാണ് എന്ന് പറയുകയാണെങ്കിൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടേതായ തെളിവ് കൊണ്ടുവരൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. ഖുർആനിൽ അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആരാണ് സ്വർഗത്തിലേക്ക് പോവുക? പല അങ്ങനെയുള്ള യാതൊരുവിധ അവകാശവാദവും വേണ്ട. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ആരാണോ സ്വന്തത്തെ അല്ലാഹുവിന് കീഴ്പ്പെടുത്തുന്നത് അവനാണ് സ്വർഗത്തിൽ. വഹുവ മുഹ്സിനുൻ, അവൻ മുഹ്സിനുമാകണം.
അമല് ചെയ്യുന്ന സമയത്ത് അശേഷം റിയാ ഇല്ലാതെ, ലോകമാന്യമില്ലാതെ അള്ളാഹുവിനെ കാണുന്നു എന്ന മട്ടിൽ അമല് ചെയ്യണം. അള്ളാഹു കാണുന്നു, അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നു എന്ന രൂപത്തിൽ അമല് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്കുള്ളതാണ് സ്വർഗം. അതാണ് സ്വർഗത്തിന്റെ വില എന്ന് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരികയാണ്. ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവർക്ക് ആ കൂലി കൊടുക്കുക. ഫലഹു, അവർക്കുള്ളതാണ് അജ്റുഹു, അവരുടെ കൂലി. കൂലി വെറുതെ കൊടുക്കാനുള്ളതല്ല. ഇൻദ റബ്ബിഹി, റബ്ബിന്റെ അടുക്കൽ. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഈ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയതിൽ പ്രയാസപ്പെടാനൊന്നുമില്ല. അവർക്ക് ഒന്നും ദുഃഖിക്കാനില്ല, പേടിക്കാനില്ല. ഭാവിയിൽ വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച് പേടിക്കേണ്ടതുമില്ല. എന്താണ് സ്വന്തത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ പരമമായി സ്നേഹിക്കുക. ആ സ്നേഹത്തിന്റെ അപ്പുറം വേറൊന്നുമില്ല. അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ പറ്റാത്ത ഒന്നും ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. അതാണ് അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടുവരാനോ അവൻ വിരോധിച്ചത് ഒഴിവാക്കാനോ ഒരു തടസ്സവും ഇല്ലാതിരിക്കുക. ചില ആളുകൾ പറയും എനിക്ക് അത് സാധിക്കൂല, അല്ലെങ്കിൽ ഇത് സാധിക്കൂല. സാധിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രമിച്ചിട്ടില്ല എന്നാണ്. കാരണം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, സാധിക്കുന്നതേ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ. ആർക്കും സാധിക്കുന്നതേ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കഴിയൂല എന്ന് തോന്നുന്നത് അതിന് ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായൊന്ന് ശ്രമിക്കണം. നമ്മുടെ ശ്രമം കൂടുതൽ ഊർജ്ജസ്വലതയുള്ളതാകണം. അള്ളാഹുവിനെ കാണുന്നത് പോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയോരത്ത് കൂടി നടന്നു പോവുകയാണ്. മറുദിശയിലൂടെ ഹാരിസ എന്ന സഹാബി ഇങ്ങോട്ട് വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞു മടക്കി ചോദിച്ചു, ഹാരിസ എന്തൊക്കെയുണ്ട് വിശേഷം? കൈഫ അസ്ബഹ്ത യാ ഹാരിസ, എങ്ങനെയുണ്ട്? ആ ഹാരിസ പറയാണ്, അസ്ബഹ്തു മുഅ്മിനൻ ഹഖ, ഞാൻ യഥാർത്ഥ മുഅ്മിനായ റസൂൽ, ഒറിജിനൽ മുഅ്മിനായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഓരോന്നിനും ഓരോ യാഥാർത്ഥ്യമുണ്ട്, താങ്കളുടെ ഈമാനിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഹാരിസ പറഞ്ഞു, ഞാൻ ദുനിയാവിൽ നിന്ന് എന്നെ വേറിട്ടെടുത്തു. വല്ലാത്തൊരു വാക്ക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ദുനിയാവിലങ്ങ് ലയിച്ചു പോയാൽ അതിലങ്ങ് കലങ്ങിപ്പോകും. പിന്നെ ആഖിറത്തിലേക്ക് എടുക്കാൻ ഒന്നും ഉണ്ടാവൂല. നമ്മളെ കൊണ്ടോണ്ടേ ആഖിറത്തിലേക്ക്. ആഖിറത്ത് കൊണ്ടുപോയി വെച്ചിട്ടല്ലേ അതിന് കൂലി കൊടുക്കലൊക്കെ. അതിന് ഇവിടെ കലങ്ങിപ്പോയാൽ പിന്നെന്താ ആഖിറത്ത് കൊണ്ടുപോകാനുള്ളത്? അതുകൊണ്ട് ഞാൻ ദുനിയാവിൽ കലങ്ങിയിട്ടില്ല. ഇത് നശ്വരമാണ്, ദുനിയാവാണ് എന്ന് തിരിച്ചറിയുകയും എനിക്കൊരു മഹ്ശറയുണ്ട്, പരലോകമുണ്ട്, അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് എന്ന ബോധത്തോടു കൂടിയാ ഞാനിവിടെ ജീവിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും അതിനു വേണ്ടി വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ പകലിൽ ദാഹിച്ചത് അതിനു വേണ്ടിയാണ്. നമുക്ക് നോമ്പല്ലേ, ഹാരിസ നോമ്പിനെ പറ്റിയാ പറയുന്നത്. ഞാൻ പകലിൽ നോമ്പെടുത്തത് അതിനു വേണ്ടിയാ. ഞാൻ രാത്രി നിസ്കരിച്ചത്, ഖിയാമുൽ ലൈൽ നിർവഹിച്ചത് അതിനു വേണ്ടിയാ. എനിക്ക് തോന്നിപ്പോകാറുണ്ട് ഞാൻ എന്റെ റബ്ബിന്റെ അർശിന്റെ അരികിൽ നിൽക്കുകയാണ്. ഇതാ ഞാൻ എന്റെ റബ്ബിന്റെ അർശിന്റെ അരികിൽ, അള്ളാഹു എന്നെ നോക്കുന്നു, ഞാൻ അങ്ങോട്ട് കാണുന്നു എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും സ്വർഗക്കാരെ ഞാൻ കാണുന്നുവെന്ന്, അവർ അവിടെ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ നരകക്കാരെ കാണുന്നുവെന്ന്, അവരവിടെ ശിക്ഷിക്കപ്പെടുന്നത്. അഥവാ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണാല അനുഭവത്തിൽ കാണുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ശരിയാണ്. ആ ഒരു മാനസിക അവസ്ഥയിൽ തന്നെ ഹാരിസ തുടർന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത്
അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, ഒരു പോയിന്റിൽ നിൽക്കുന്നതല്ല, കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈമാൻ വർദ്ധിക്കുന്നവരാകണം. അൽ മുഅ്മിനുൽ ഖവിയ്യ്, ശക്തനായ വിശ്വാസി, ഖൈറും വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനനായ വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന് അവനോട് സ്നേഹമാണ്. എന്നാൽ വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്. അത്രത്തോളം ഉയരാൻ കഴിഞ്ഞില്ല, എന്നാൽ അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിക്കണ്ട. വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട്. പക്ഷേ ആ നിലവിലുള്ള ഖൈറിൽ നിൽക്കല്ല വേണ്ടത്. ഓരോ ദിവസവും ഒരു പടിയെങ്കിലും മുന്നോട്ട് പോയി അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ കൃത്യമായി, വളരെ വ്യക്തമായി ഈമാനിന്റെ അഭിവൃദ്ധി കൈവരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. അതിന് ചെയ്യാൻ ഒരു ചെലവും ഇല്ലാതെ എന്തെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയും. ദിക്ർ ചൊല്ലുക, അള്ളാഹുവിന് ഇഷ്ടാണ്. നമ്മൾ ഖുർആൻ ഓതുകയാണോ, ദാക്കിറാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്. നമസ്കരിക്കുകയാണോ, നമ്മൾ ദാക്കിറാണ്. നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും ദാക്കിറാണ്. ഇബാദത്ത് വേണം, അമലു സാലിഹും വേണം. ഇബാദത്ത് വേണം, അമലു സാലിഹും വേണം. എന്താണ് അമലു സാലിഹ്? നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളില്ലേ, അത് കച്ചവടാകാം, ഇനി അതല്ലെങ്കിൽ വേറെ ജോലിയാകാം. എന്ത് ജോലിയിൽ ഏർപ്പെട്ടാലും അതിനെ അമലു സാലിഹാക്കി എടുക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ചെയ്യാം. ആരെയും പറ്റിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, മിതമായ ലാഭത്തിൽ ബിസിനസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ സാലിഹാക്കിയെടുക്കുകയും കറകളഞ്ഞ ഇബാദത്ത് നടത്തുകയും ചെയ്താൽ ഉന്നതന്മാരാണ് കൂട്ടരെ. നമ്മൾ നാളെ മഹ്ശറയിലെത്തിയാൽ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല. അല്ലാഹു തആല പുറത്തു തരിക തന്നെ ചെയ്യും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. അല്ലാഹു പറഞ്ഞതാണ് എന്ന് പറയുമ്പോ ഒരു പേടി, അല്ലാഹ് ഹറാമാക്കിയതാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി, അല്ലാഹ് നിർബന്ധമാക്കിയ കാര്യമാണ് എന്ന് കേൾക്കുമ്പോ മനസ്സിനെ അത് സ്വാധീനിക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥയുണ്ടോ? ഈമാനുണ്ട്, ആ ഖൽബിൽ ഈമാനുണ്ട്. തന്നെയുമല്ല, അല്ലാഹ് പറഞ്ഞതാണെന്ന് പറയുക മാത്രമല്ല, ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ആയത്ത് കേൾക്കുമ്പോ കുറച്ചുകൂടി ഈമാൻ വർദ്ധിക്കുകയാണ്. അല്ലാഹ് വിലക്കിയതിന്റെ ആയത്ത് കേൾക്കുമ്പോ അവരുടെ ഈമാൻ കുറച്ചുകൂടി വലുതാവുകയാണ്. അവരുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നവരുമാണ്. അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പറയുന്നു, വല്ലദീന യുഖീമൂന അസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ. നമ്മൾ നമസ്കരിക്കുന്നവരല്ലേ? അപ്പൊ നമ്മളെ പറ്റിയായി പറയുന്നത് ഈമാനുണ്ട്, അതുപോലെ നമസ്കാരം നിലനിർത്തുന്നു. നമ്മൾ നൽകിയതിൽ നിന്ന് അവർ ചെലവാക്കുന്നുണ്ട്. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിടത്ത് സക്കാത്ത് കൊടുക്കുന്നു. മറ്റ് ചെലവിന്റെ ഇനങ്ങളിലെല്ലാം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവർ ചെലവാക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് ശരിയായ മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് ശരിയായ മുഅ്മിനീങ്ങൾ. അല്ലാഹു അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ നിലപാടുകളെ സംബന്ധിച്ച്. നമ്മൾ ചില്ലറക്കാരല്ല. അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തത്, അവന്റെ പള്ളിയിൽ വന്നിരിക്കുന്നത്, അവന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലാഹ് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഭയമുള്ളിൽ ഉണ്ടാകുന്നത്, ഇത് ഈമാനിന്റെ ലക്ഷണമാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. പക്ഷേ കൃത്യമായ ശ്രദ്ധ വേണം. സുബുലു ശൈത്താനിലേക്ക്, പൈശാചിക മേഖലകളിലേക്ക് പോകുന്നുണ്ടോ എന്ന ജാഗ്രതയോടുകൂടി ജീവിച്ച് അവസാനം ഈ ഈമാനിന്റെ വെളിച്ചവുമായി റബ്ബിന്റെ അടുത്തേക്ക് പോകണം. എങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കും.
നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരും. അത്തരം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമളാൻ മാസം. ഖുർആനിൽ അല്ലാഹു നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ്. വിധിവിലക്കുകൾ, ഒരു 10-200 വിധിവിലക്കുകളാണ്. 6000 ചില്ലാനം ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഖുർആനിൽ വ്യക്തമായുള്ള വിധിവിലക്കുകൾ. അതൊരിടത്ത് ഖുർആനിൽ പറയുന്നില്ല. ഹറാമുകൾ മൊത്തം മനസ്സിലാക്കാൻ ഒരു പേജ് അല്ലെ കുറച്ച് പേജുകൾ, നിർബന്ധ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേറെ കുറച്ച് പേജുകൾ, അങ്ങനൊന്നും ഖുർആനിലില്ല. കാരണം ആ രൂപത്തിലുള്ള ഒരു നിയമപുസ്തകമല്ല ഖുർആൻ. പിന്നെയോ ജീവിച്ച് തെളിയിക്കേണ്ടതാണ് ഖുർആൻ. കാന ഖുലുഖുൽ ഖുർആൻ. റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്താ? ഖുർആനായിരുന്നു. അപ്പൊ റസൂല് ജീവിച്ച് ഖുർആനായി. നമുക്ക് എത്ര ശതമാനം അതാകാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഈ ഐഹിക ജീവിതത്തിലെ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷ. ഈ പരീക്ഷയിൽ ജയിച്ചവരും തോറ്റവരും മനുഷ്യ സമൂഹത്തിലുണ്ട്. അത് പറഞ്ഞു തരാൻ ഖുർആൻ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ പരീക്ഷ എഴുതി തോറ്റ ആളുകളുടെയും ജയിച്ച ആളുകളുടെയും ഒക്കെ കഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഈ ഖുർആനിനെ ഖൽബിലേക്ക് സ്വീകരിച്ച മുഅ്മിനീങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിലാണ് നിങ്ങൾ ആകേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഖൽബ് നേരെ കമഴ്ത്തി വെച്ചിട്ട് അതിന്റെ മേലെ ഖുർആൻ ഒഴിച്ചാൽ ഒരു തുള്ളി പോലും ഖുർആനിന്റെ ഒരംശം പോലും അതിന്റെ ഉള്ളിലേക്ക് കയറാത്ത ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുതേ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറഹും. നിങ്ങൾ അവരോട് താക്കീത് നൽകി അല്ലെങ്കിൽ താക്കീത് നൽകിയില്ല, വഹും ലാ യുമിനൂൻ, അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. ഈമാൻ അങ്ങ് കേറൂല അവരുടെ ഖൽബിലേക്ക്. അത് കമഴ്ത്തി വെച്ചതാണ്, അതിൽ സീലടിക്കപ്പെട്ടിട്ടുണ്ട്, വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ഇങ്ങനത്തെ 2 വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗത്തെ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പേടിക്കേണ്ടത്. അത് മുനാഫിഖാണ്. കാഴ്ചക്ക് മുസ്ലിമാണ്, പക്ഷേ ഈമാൻ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. ഈമാൻ പ്രചോദനമായി, ഈമാൻ ഇന്ധനമായി ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നില്ല. പിന്നെയോ മുസ്ലിമാണ് എന്ന് പറഞ്ഞിങ്ങനെ ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രഹസ്യവും പറഞ്ഞു കൊടുത്ത ഒരു സഹാബിയുണ്ട്, ഹുദൈഫ. ആ ഹുദൈഫയോട് അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കീങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചില സഹാബാക്കള് നാട്ടിൽ ഏതെങ്കിലും മരണം നടന്നാൽ ഹുദൈഫാനെ ഒന്ന് ശ്രദ്ധിക്കും, ആരും അറിയാതെ. ഹുദൈഫ നിസ്കരിക്കാൻ പോകുന്നുണ്ടോ, മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ ആവേശത്തോടു കൂടി അവരും പോകും, കാരണം മുനാഫിക്കല്ലല്ലോ. ഇനി ഹുദൈഫാനെ കാണുന്നില്ലെങ്കിൽ വല്ലേ ഉൾവലിയുന്ന ജനരും ഉണ്ടായിരുന്നു എന്ന് കേൾക്കാൻ കഴിയും, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് എന്നെ പോയിട്ട് ഹുദൈഫാനോട് ചോദിച്ചു, അല്ല ഹുദൈഫ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തുറന്ന് പറയണം, പേടിക്കൊന്നും വേണ്ട, എന്താ എന്റെ പേര് ആ കൂട്ടത്തിലുണ്ടോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പേടിയായിരുന്നു. നമ്മളൊക്കെ ഏത് ധൈര്യത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായി പേടിക്കണം. പ്രകടനാത്മകമായി പോകുന്നുണ്ടോ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പോ നമ്മുടെ മറ്റ് കർമ്മങ്ങളും പരിപാടികളൊക്കെ സക്കാത്തും കാര്യങ്ങളൊക്കെ പ്രകടനാത്മകമായി പോകുന്നുണ്ടോ? പേടിക്കണം.
ഈ റിയാഇനെയും ഈമാനിനെയും നിഫാഖിനെയും ഈമാനിനെയും വേർതിരിക്കുന്ന രണ്ട് ഘടകം. ഈമാനിനെ വേർതിരിക്കുന്നത് ഇഖ്ലാസ് ആണെങ്കിൽ നിഫാഖിനെ വേർതിരിക്കുന്നത് റിയാ ആണ്, ലോകമാന്യമാണ്. ലോകമാന്യമുണ്ടോ നിഫാഖാണ്, ഇഖ്ലാസ് പൂർണ്ണമായിട്ടുണ്ടോ അത് ഈമാനാണ്. അപ്പൊ പൂർണ്ണമായ ഈമാനിന്റെ വക്താക്കളായി നമ്മൾ മാറണം. ഏതായാലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, മുസ്ലിമായി ജീവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ ഒരണ്ണു അളവ് വെള്ളം ചേരാൻ പാടില്ല. പൂർണ്ണമായിട്ട് അള്ളാഹുവിനായിരിക്കണം. അള്ളാഹുവേ, ആ രൂപത്തില് നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നിന്റെ പ്രതിഫലം മാത്രം മോഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പൂർണ്ണമായി നിഫാഖിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നിഫാഖുള്ള, റിയാഉള്ള, ലോകമാന്യമുള്ള ഒരു പ്രവർത്തനവും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. പൂർണ്ണമായി ഇഖ്ലാസോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ അല്ലാഹ്, നോമ്പ് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ പോരായ്മകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. നോമ്പുകാർക്ക് നീ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന നോമ്പുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പല ആഗ്രഹങ്ങൾ കൊണ്ടും ആവശ്യങ്ങൾ കൊണ്ടും ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. കല്യാണപ്രായമെത്തിയ ആൺമക്കളും പെൺമക്കളുമുള്ള രക്ഷിതാക്കളുണ്ട്. അല്ലാഹുവേ, അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളുണ്ട്, ശിഫയാക്കണേ റഹ്മാനെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ഞങ്ങളുടെയും അവരുടെയും ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.